നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫൈനൈറ്റ് അതുപോലെ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് എന്താണെന്ന് നോക്കാം. ഒരു വെക്റ്റർ സ്പേസ് വിനെ ഫൈനൈറ്റ് ഡയമെൻഷണൽ എന്ന് പറയണമെങ്കിൽ ആ സെറ്റിൻ്റെ വിയുടെ ഒരു സബ്സെറ്റ് എസ് നമുക്ക് ഉണ്ടാവണം. അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വിയിലുള്ള എലമെൻസിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് എസ് വേണം. അങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് യൂസ് ചെയ്തിട്ട് വിനെ നമുക്ക് സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ, സ്പാൻ ചെയ്യാൻ മീൻസ് വിയിലുള്ള ഏതൊരു വെക്റ്റർ എടുത്താലും എസ്സിലുള്ള ആ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിലാണ് എസ് സ്പാൻസ് വി എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള സ്പാൻ ചെയ്യുന്ന സെറ്റ് ഫൈനൈറ്റ് ആയിട്ട് സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് വെക്റ്റർ സ്പേസിന് ഉണ്ടെങ്കിൽ, ഒരു സബ്സെറ്റ് വെക്റ്റർ സ്പേസ് വിക്ക് ഉണ്ടെങ്കിൽ, അത്തരം വെക്റ്റർ സ്പേസസിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെ എല്ലാവരെയും നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ കൂടുതലും ഡീൽ ചെയ്തിട്ടുണ്ടാകുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ R2, അതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ R2നെ സ്പാൻ ചെയ്യാൻ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് മതി, 0 1 1 0. ഈ രണ്ട് വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് R2യിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ R3യിലാണെങ്കിൽ നമുക്ക് മിനിമം 3 വെക്റ്റേഴ്സ് മതി, അതിലും കൂടുതലായാലും പ്രോബ്ലം ഒന്നുമില്ല. R-ലാകുമ്പോൾ n വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ R10 ആണെങ്കിൽ 10 വെക്റ്റേഴ്സ് കൊണ്ട് നമുക്ക് മിനിമം 10 വെക്റ്റേഴ്സ്, അതിൽ കൂടുതലായാലും പ്രശ്നമില്ല. എന്തായാലും 10 വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് Rnനെ സ്പാൻ ചെയ്യുവാൻ സാധിക്കും. Pn എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 x x സ്ക്വയർ x അങ്ങനെ എക്സെട്ര x റേസ് ടു n, അത് Pnനെ സ്പാൻ ചെയ്യും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ mn/n, അതായത് സെറ്റ് ഓഫ് ഓൾ n/n മെട്രിസസിൻ്റെ കളക്ഷൻ, അതിന് നമുക്ക് n വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് n×n വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് സ്പാൻ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ m2/2 ആണെങ്കിൽ 4 വെക്റ്റേഴ്സ് കൊണ്ട് അതിനെ സ്പാൻ ചെയ്യാൻ സാധിക്കും. 1 0 0 0 0 1 0 0 0 0 1 0 അതുപോലെ 0 0 0 1, ഈ 4 മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് ആണ്. നമ്മൾ നോർമലി ഇതൊക്കെയാണ് ഇതുവരെ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. ഇനി അങ്ങനെ അല്ലാത്ത ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് യൂസ് ചെയ്ത് സ്പാൻ ചെയ്യാൻ സാധിക്കാത്ത വെക്റ്റർ സ്പേസസും ഉണ്ട്. അവരെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് R∞, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ് ഓഫ് ഇൻഫൈനൈറ്റ് കോപ്പീസ് ഓഫ് R. അപ്പോൾ R-നാകുമ്പോൾ n ടപ്പിൾസ് ആണ്, ഇപ്പോൾ ഇതിലിങ്ങനെ എക്സെട്ര എന്നുള്ള രീതിയിൽ പോകുന്നത് മാത്രം. അപ്പോൾ ഈ R∞ ഒരു ആർബിട്രറി മെമ്പറിനെ നമുക്കിങ്ങനെ വേണമെങ്കിൽ എഴുതാം. n ടപ്പിൾ എന്നൊന്നും പറയാൻ സാധിക്കില്ല, x1 x2 x3 എക്സെട്ര. അപ്പോൾ R-നാണെങ്കിൽ ലാസ്റ്റ് xn കൂടി ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ P∞, അത് ഉദ്ദേശിക്കുന്നത് എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് സെറ്റ് യൂസ് ചെയ്തിട്ട് അതിലുള്ള എല്ലാ പോളിനോമിയൽസിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കുകയില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടത് പ്രൂവ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സെറ്റ് എസ് വിയുടെ സബ്സെറ്റാണ്. ഇഫ് എസ് ഈക്വൽ ടു സെറ്റ് v1 v2 എക്സെട്ര vn ഈസ് എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി. അപ്പോൾ വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്ന് വിചാരിക്കുക. അതിലുള്ള n വെക്റ്റേഴ്സിൻ്റെ ഒരു ഫൈനൈറ്റ് സെറ്റ്, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സബ്സെറ്റാണ് എസ്. ദെൻ എസ് വിയുടെ ബേസിസ് എന്ന് വിളിക്കണമെങ്കിൽ, അങ്ങനെ പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് എസ് സാറ്റിസ്ഫൈ ചെയ്യണം. എസ് സ്പാൻ ചെയ്യണം, വിനെ സ്പാൻ ചെയ്യണം. എസ് സ്പാൻസ് വി, അതായത് വിയിലുള്ള ഏതൊരു ആർബിട്രറി വെക്റ്റർ എടുത്താലും അതിനെ എസ്സിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് സ്പാൻസ് വി എന്ന് പറയും. അതുപോലെ തന്നെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം.
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാൻ എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആവാനുള്ള ആകെയുള്ള പോസിബിലിറ്റി എല്ലാ സ്കേലാർസും ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിലാണ് ആ സെറ്റിന് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് വിളിക്കുന്നത്. അത് ചെക്ക് ചെയ്യാനുള്ള പല മെത്തേഡുകളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് വിനെ സ്പാൻ ചെയ്യുന്നു, എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എസ്സിനെ വിയുടെ ബേസിസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ജനറലായിട്ട് ആർ എന്നിൻ്റെ ബേസിസ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇത് രണ്ടും ഈ E1 E2 എക്സെട്ര En എന്നുള്ള സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ എന്നിനെ സ്പാൻ ചെയ്യുന്നു എന്നും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ താഴെ എടുക്കാം. R3 എടുക്കുന്നു. R3 ആകുമ്പോൾ E1 എന്നുള്ളത് 1 0 0, E2 0 1 0, E3 0 0 1. ഇതാണ് R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. യെസ് എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. E1 E2 E3 ഇങ്ങനെയാണ് വരിക. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് 1, ബാക്കി രണ്ടും 0. E2 സെക്കൻഡ് കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0. E3 തേർഡ് കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0. ഇനിയിപ്പോൾ ഇതിനേക്കാളും ഹയർ ഡയമെൻഷൻ ആണെങ്കിൽ R10 ആണെങ്കിൽ 10 വെക്റ്റേഴ്സ് ഉണ്ടാവും. E1 ആകുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് 1, ബാക്കി 0. ഒരു E5 ആണെങ്കിൽ ഫിഫ്ത്ത് കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0. ഇങ്ങനെയാണ് ജനറലി ആറിൻ്റെ ബേസിസ് വരുന്നത്. ഇനി നമുക്കറിയാം എസ്സിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും, ആർബിട്രറി ആയിട്ട് ഏതൊരു വെക്ടർ എടുത്താലും, തൽക്കാലം ഞാനൊരു എക്സാമ്പിളായിട്ട് ചെറുതായിട്ട് ഒരു 1/2 3 -5. അപ്പോൾ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ ഇത്രയേ ഉള്ളൂ. എടുക്കുന്നു. യുവിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ ഇത്ര ചെയ്താൽ മതി. ലീനിയർ കോമ്പിനേഷൻ മീൻസ് C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3 ഈക്വൽ ടു നമുക്ക് യു എന്ന് കിട്ടുന്ന വിധത്തിൽ C1 C2 C3 കണ്ടുപിടിക്കണം. ഈ കേസിൽ വളരെ ഈസിയാണ്. C1 ആയിട്ട് നമുക്ക് ഇവിടുത്തെ യുവിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എടുത്താൽ മതി, 1/2 × 1 0 0. ദെൻ C2 ആയിട്ട് സെക്കൻഡ് കോർഡിനേറ്റ് 3 × 0 1 0 പ്ലസ് -5 തേർഡ് കോർഡിനേറ്റ് × 0 0 1. ഇത് മൾട്ടിപ്ലൈ ആദ്യം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 1/2 0 0. അടുത്തത് 0 3 0. ഓരോന്നിനെയും ഓരോ കോർഡിനേറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഓരോ കോർഡിനേറ്റിനെയും -5 ഉണ്ട്. അപ്പോൾ പ്ലസ് 0 0 -5. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. 1/2 + 0 + 0. അപ്പോൾ 1/2 എന്ന് കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ് 0 + 3 + 0 3 എന്ന് കിട്ടും. 0 + 0 + -5 -5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ യു തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. C1 1/2, C2 3, ദെൻ C3 -5. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യുവിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരെണ്ണം എടുത്തു എന്ന് മാത്രം. ജനറലി ഒരു x1 x2 x3 എന്നുള്ള വെക്ടർ നമ്മൾ R3യിൽ നിന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ C1 എന്നുള്ളത് x1 C2 x2 എന്നും C3 x3 എന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റാണ്, സ്പാൻ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കാൻ C1 E1 പ്ലസ് C2 E2 പ്ലസ് C3 E3 ഈക്വൽ ടു R3യിലെ 0 വെക്ടർ എന്ന് വെച്ചാൽ 0 0 0 എന്ന് കൊടുത്തിട്ട് ഇതിനെ ആകെ ട്രിവിയൽ സൊല്യൂഷൻ, അതായത് C1 = 0, C2 = 0, C3 = 0 ആകുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഉത്തരം 0 0 എന്ന് കിട്ടും. 0 0 0 എന്ന് കിട്ടും. അതല്ലാണ്ട് വേറെ പോസിബിലിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി C1 E1 എന്ന് പറഞ്ഞാൽ C1 × E1 എന്ന് പറയുമ്പോൾ C1 × 1 0 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും C1 0 0 പ്ലസ് C2 × E2 എന്ന് പറയുമ്പോൾ 0 C2 0 പ്ലസ് C3 × E3 എന്ന് പറയുമ്പോൾ 0 0 C3 ഈക്വൽ ടു 0 0 0. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് C1 C2 C3 നമ്മൾ ഓൾറെഡി ഇത് രണ്ടും പ്രൂവ് ചെയ്ത് തന്നെയാണ്, ഒന്നുകൂടിയും പറയുന്നതെന്ന് മാത്രം, ഈക്വൽ ടു 0 0 0. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C1 0 C2 0 C3 0. ഇതല്ലാണ്ട് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട്
അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതൊന്നുമില്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കാൻ അവരുടെ ജസ്റ്റ് R3 ഒരു 3x3 മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 0 0 0 1 0 0 0 1 ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ രണ്ടും അവിടെ പോസിബിൾ ആണ്, സ്പാനും കിട്ടും, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കിട്ടും. നമുക്കൊരു പ്രോബ്ലത്തിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് R3 ഒരു ബേസിസ് ആണ്. ജനറലി Rnൻ്റെ ബേസിസ് ആണ് അവിടെ പറഞ്ഞത്. R2 ആകുമ്പോൾ രണ്ട് വെക്റ്റേഴ്സ് 1 0 0 1. ഇനി നേരത്തെ പറഞ്ഞ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. അതിൽ നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്തു. ഈ സെറ്റ് Pn സ്പാൻ ചെയ്യുന്നു എന്നും അതുപോലെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് Pnൻ്റെ ഒരു ബേസിസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ P3 എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. അപ്പോൾ ആ കേസിൽ എസ് വരുന്നത് 1 x x² x³. അപ്പോൾ P3 ആകുമ്പോൾ അതിൻ്റെ ബേസിസിൽ 4 വെക്റ്റേഴ്സ് ഉണ്ടാവും. P2 ആകുമ്പോൾ 3 വെക്റ്റേഴ്സ്. Pn ആകുമ്പോൾ ജനറലി n+1 വെക്റ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ ബേസിസിൽ ഉണ്ടായിരിക്കുക, n വെക്റ്റേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് P3യുടെ ബേസിസ് ആണ്. അതായത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ള ഏത് പോളിനോമിയൽ എടുത്താലും ഇവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി അത് പ്രൂവ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ 4x³ - 7x + 10. ഇതിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ C1 × 1 + C2 × x + C3 × x² + C4 × x³. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. C0 × 1 ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് C1 × x പവർ 1 ഇവിടെ പവർ 0 എന്നുള്ള രീതിയിൽ C2 × x² + C3 × x³ ഈക്വൽ ടു നമ്മൾ എടുത്തിട്ടുള്ള പോളിനോമിയൽ 4x³ - 7x + 10. ജനറലി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. C0 എന്നുള്ളത് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം 10, C1 എന്നുള്ളത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അത് -7, C2 x²ൻ്റെ കോഎഫിഷ്യൻറ്റ് x²ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ടേം ഇല്ലാത്തതുകൊണ്ട് C2 0, C3 x³ കോഎഫിഷ്യൻറ്റ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് 4x³ - 7x + 10 എന്ന് കിട്ടും. അപ്പോൾ ജനറലി ഏത് പോളിനോമിയൽ എടുത്താലും P3യിലുള്ള ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉള്ള ഏത് പോളിനോമിയൽ എടുത്താലും ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 0 മീൻസ് 0 പോളിനോമിയൽ C1 × 1 + C2 × x + C0 × 1 + C1 × x + C2 × x² + C3 × x³ ഈക്വൽ ടു 0 0 മീൻസ് 0 പോളിനോമിയൽ. ഡിഗ്രി 3 ആയതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 0x³ + 0x² + 0x + 0. ഇങ്ങനെ വരണമെങ്കിൽ ആകെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. C0 0 വരണം, C1 0 വരണം, C2 0 വരണം, C3 0 വരണം. ഇതല്ലാണ്ട് വേറെ നമുക്ക് ഇതിൻ്റെ ഉത്തരം 0 എന്ന് കിട്ടില്ല. സോ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ 0 വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടിയാണ്, ഓൾറെഡി സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇത് Pnൻ്റെ ഒരു ബേസിസ് ആണ്. 1 ജനറലി പറഞ്ഞതാണ് 1 x x² x⁻n വരെ. ഇത് P3യുടെ ബേസിസ്. P2ൻ്റെ ആകുമ്പോൾ 1 x x², P1ൻ്റെ ആകുമ്പോൾ 1 x. ഇനിയിപ്പോൾ P10 ആണെങ്കിൽ 1 x x² അങ്ങനെ x⁻10 വരെ. അപ്പോൾ ജനറലി ഏത് പോളിനോമിയൽ ഫൈനൈറ്റ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള ഏത് സെറ്റ് ഓഫ് പോളിനോമിയൽസ് തന്നാലും അതിൻ്റെ ബേസിസ് എഴുതാൻ ഇത്രയും ഈസിയാണ്. ഇപ്പോൾ P10ൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഏത് ഡിഗ്രിയിലുള്ള പോളിനോമിയൽസിൻ്റെയും ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള ഏത് കളക്ഷൻ എടുത്താലും അതിൻ്റെ ബേസിസ് എഴുതാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് R3യുടെ ഒരു ബേസിസ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് അതിന് പറയുക. ഇത് Pnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ബേസിസ് യുണീക്ക് അല്ല. ഒരു വെക്റ്റർ സ്പേസിന് ഒന്നിൽ കൂടുതൽ
ഇപ്പോൾ നോർമലി ഇപ്പോൾ ആർത്രയ്ക്കൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് ബേസിസ് നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 1ന് പകരം 2 കൊടുത്താൽ മതി. 2 0 0 0 2 0 0 0 2. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞതാണ്. R3യുടെ മറ്റൊരു ബേസിസ് ആണ്. ഇതിന് പകരം 1/2 അങ്ങനെ ഏത് റിയൽ നമ്പർ കൊടുത്താലും അതെല്ലാം R3യുടെ ബേസിസ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് ബേസിസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് യൂണീക്ക് അല്ല. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഡീൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലൊരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് R3യിൽ തന്നു കഴിഞ്ഞാൽ അതതിനെ ബേസിസ് ആണോ അല്ലേ എന്ന് നമുക്ക് നോക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എളുപ്പവഴിയുണ്ട്, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത് R3യുടെ ബേസിസ് ആണെന്ന് 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. R3യുടെ ബേസിസ് ആണെന്ന് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോൾ R3യുടെ കേസ് പറയുന്നതിൻ്റെ കൂടെ പറയുന്നതാണ്. 2 വെക്റ്റേഴ്സേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബേസിസ് ആവില്ല. അവിടെ ഫെയിൽ ആവുന്നത് സ്പാൻ ചെയ്യും എന്നുള്ളതാണ്. R3നെ സ്പാൻ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 3 വെക്റ്റേഴ്സ് വേണം. 3ഓ 3ൽ കൂടുതലോ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ R3നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 വെക്റ്റേഴ്സേ തന്നിട്ടുള്ളൂ R3യിലുള്ള 2 വെക്റ്റേഴ്സ്. R3യിലുള്ള വെക്റ്റേഴ്സ് നമുക്ക് അറിയണമെങ്കിൽ 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇവിടെ 1 2 1 അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ 1 2 1 4 എന്നുണ്ടെങ്കിൽ 4 കോർഡിനേറ്റ്സ് ഉണ്ട്. അത് R4ലെ വെക്ടറാണ്. അപ്പോൾ അങ്ങനെയാണത് ഏത് വെക്റ്റർ സ്പേസിലെ വെക്ടറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡിയ. അപ്പോൾ R3യിലെ 2 വെക്റ്റേഴ്സ് തന്നിട്ട് അത് R3നെ സ്പാൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാൻ ചെയ്യില്ല. അപ്പോൾ അതുപോലെ ബേസിസ് ആവില്ല. 2 കണ്ടീഷൻസ് വേണം. സ്പാൻ ചെയ്യാത്തത് കൊണ്ട് അത് ബേസിസ് ആവില്ല. ഇനി നേരെ തിരിച്ച് R3യിലുള്ള 4 വെക്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ അതും ബേസിസ് ആവില്ല. അതിനുള്ള അവിടുത്തെ ഫെയിൽ ആവുന്ന കണ്ടീഷൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. R3യിലുള്ള വെക്റ്റേഴ്സ്, ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവിടെ മാക്സിമം 3 വെക്റ്റേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. 3 വെക്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും എന്നല്ല. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം 3 വെക്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് R3നെ സ്പാൻ ചെയ്യും ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 0 2 0 0 4 0 ഇതൊരിക്കലും R3നെ സ്പാൻ ചെയ്യില്ല. 3 വെക്റ്റേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരാളിനെ കൂടി ചേർക്കുന്നു. 1/2 0 0. ഇവിടെ 3 അല്ല 4 വെക്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് സ്പാൻ ചെയ്യില്ല, R3നെ സ്പാൻ ചെയ്യില്ല. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ പറയാം. ഇപ്പോൾ 0 0 1നെ ഇതുകൊണ്ട് നമ്മുടെ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇങ്ങനെയൊന്നുമില്ല. തേർഡ് കോർഡിനേറ്റ് 0 അല്ലാത്ത ഏത് വെക്ടർ എടുത്താലും അതിന് നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ സ്പാൻ എന്നുള്ളത് ഫെയിൽ ആവും. അപ്പോൾ മിനിമം 3 വെക്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 3ൽ കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്പാൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ സ്പാൻ ചെയ്യാനുള്ള മിനിമം കണ്ടീഷൻ അവിടെ മിനിമം 3 വെക്റ്റേഴ്സ് എങ്കിലും വേണം. R3യുടെ കേസാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഏതൊരു Rn എടുത്താലും. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവിടെ മാക്സിമം 3 വെക്റ്റേഴ്സേ പാടുള്ളൂ. അവിടെ മാക്സിമം 3 ഉള്ളൂ അല്ലെങ്കിൽ 2 വെക്ടറേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഒന്നല്ല. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇത് 2 എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 1 0 0യും 1/2 0 0യും 2 വെക്റ്റേഴ്സേ ഉള്ളൂ. പക്ഷെ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഇതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ് അടുത്തത്. അപ്പോൾ ഇതേപോലെ R3യിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള മിനിമം കണ്ടീഷൻ മാക്സിമം ആ സെറ്റിൽ 3 വെക്ടറേ പാടുള്ളൂ. അതുകൊണ്ട് ആവില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 3ൽ കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. സോ ബേസിസും ആവില്ല. അപ്പോൾ R3യിലുള്ള വെക്റ്റേഴ്സ് ബേസിസ് ആവണോ അല്ലേ എന്ന് നോക്കാൻ നമുക്കവിടെ മിനിമം പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് 3 വെക്റ്റേഴ്സ് അല്ലേ എന്ന് നോക്കിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 3ൽ കുറവോ 3ൽ കൂടുതലോ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉടനടി നമുക്ക് എഴുതാവുന്നതാണ് ബേസിസ് അല്ല. റീസണായിട്ട് എഴുതണമെങ്കിൽ 3ൽ കൂടുതൽ വെക്റ്റേഴ്സ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല എന്നും 3ൽ കുറവാണെന്നുണ്ടെങ്കിൽ സ്പാൻ ചെയ്യില്ല എന്നുള്ളതുമാണ് അവിടുത്തെ റീസൺ. അപ്പോൾ 3 വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് R3യുടെ മറ്റൊരു ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കണം. 2 കണ്ടീഷൻസ് ആണ്. R3ന് ഇത് സ്പാൻ ചെയ്യണം, അതുപോലെ തന്നെ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം. അപ്പോൾ ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, അതിന് ശേഷം അതിൻ്റെ എളുപ്പവഴി പറയാം.
നമ്മൾ ഓൾറെഡി എളുപ്പ വഴി പഠിച്ചിട്ടുള്ളതാണ്, പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. രണ്ടും കൂടി ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ നമുക്കിത് സ്പാൻ ചെയ്യും എന്നും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പറയാം. R3നെ സ്പാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ R3യിലുള്ള ഒരു ആർബിട്രറി വെക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയാൻ എളുപ്പത്തിന് B1 B2 എക്സെട്ര B1 B2 B3 R3യിൽ നിന്നും എടുക്കുന്നു. അതിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. അതായത് C1, ഇതിനെ ഞാൻ B എന്ന് വിളിക്കുന്നു, V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 ഈക്വൽ ടു B. ഈ ഒരു കണ്ടീഷൻ V1 V2 V3ക്കും വെക്ടേഴ്സ് തന്നെയാണ്, വെക്ടേഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാനിങ്ങനെ ഒരു ഏരോ മാർക്ക് ഇടുന്നു. ടെക്സ്റ്റിൽ ബോൾഡ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 ഈക്വൽ ടു B എന്ന് വരുന്ന വിധത്തിൽ ആർബിട്രറി B എടുത്തു കഴിഞ്ഞാൽ നമുക്ക് C1ഉം C2ഉം C3യും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊന്ന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുമ്പോൾ C1 ഇൻറ്റു 1 2 1 പ്ലസ് C2 ഇൻറ്റു 2 9 0 പ്ലസ് C3 ഇൻറ്റു 3 3 4 ഈക്വൽ ടു ബിക്ക് പകരം B1 B2 B3. സോ ആദ്യം വേണ്ടത് ഓരോന്നിനും, ഇത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓരോ കമ്പോണൻസിനെയും C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C1 2C1 Z1 പ്ലസ് 2C2 9C2 0, എല്ലാവരെയും C3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3C3 3C3 4C3 ഈക്വൽ ടു B1 B2 B3 ഇംപ്ലൈസ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് മാത്രം ആഡ് ചെയ്യുമ്പോൾ C1 പ്ലസ് 2C2, അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് വരിക, പ്ലസ് 3C3 സെക്കൻഡ് കോർഡിനേറ്റ് ഇവിടെ 2C1 പ്ലസ് 9C2 പ്ലസ് 3C3, തേർഡ് കോർഡിനേറ്റ് C1 ഇവിടുത്തെ 0 ആണ് പ്ലസ് 4C3 ഈക്വൽ ടു B1 B2 B3. ഇതിൽ നിന്നും ഓരോ കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യുമ്പോൾ C1 പ്ലസ് 2C2 പ്ലസ് 3C3 ഈക്വൽ ടു B1, 2C1 പ്ലസ് 9C2 പ്ലസ് 3C3 ഈക്വൽ ടു ഇവിടുത്തെ സെക്കൻഡ് കോർഡിനേറ്റ് B2, ദെൻ C1 പ്ലസ് 4C3 ഈക്വൽ ടു B3. സോ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3 അൺനോൺസ് ആണ്, C1 C2 C3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 3 അൺനോൺസിലുള്ള 3 ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്, ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും C1 C2 C3 കണ്ടുപിടിക്കണം. അതായത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് ഇത് സ്പാൻ ചെയ്യും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇതിനെ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാറാണ് പതിവ്. C1 C2 C3 എന്നുള്ളത് നമ്മൾ XYZ പോലെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1 2 3 2 9 3 1 C2ൻ്റെ ടൈമില്ല ഇവിടെ 0 4 ഇൻറ്റു C1 C2 C3 ഈക്വൽ ടു B1 B2 B3. ഇങ്ങനെയാണ് ഇതിനെ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവണം, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് കണ്ടീഷൻ. അപ്പോൾ അതിന് നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഈസി മെത്തേഡ് മാത്രം പറയാം. ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഇതിൻ്റെ റാങ്ക് 3 ആയാലോ അല്ലെങ്കിൽ 3യിൽ കുറവോ, റാങ്ക് 3 ആവണം, അല്ലെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതെല്ലാം അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പം മെത്തേഡ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ റാങ്ക് 3 എന്നും കിട്ടും, ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്നും കിട്ടും, കൺസിസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയാൽ നമുക്ക് സ്പാൻ ചെയ്യും എന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, അടുത്ത കേസും കൂടി പറഞ്ഞിട്ട് അവിടേക്ക് എത്തിക്കാം. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കണമെങ്കിൽ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 ഈക്വൽ ടു 0 വെക്റ്റർ
ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് C1 0, C2 0, C3 0 ഇങ്ങനെ ഉണ്ടായാൽ മാത്രം ആണ് നമുക്കവിടെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് C1 V1 + C2 V2 + C3 V3 എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടും. നേരത്തെ പറഞ്ഞ ഇതേ സെയിം വെക്ടർ കിട്ടും. അപ്പുറത്ത് 0 0 0 0 വെക്ടർ എന്ന് പറഞ്ഞാൽ R3യിലെ 0 വെക്ടർ 0 0 0 ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടും. ഇതേപോലെ മറ്റൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടും. C1 + 2C2 + 3C3 = 0, 2C1 + 9C2 + 3C3 = 0, എല്ലാം 0, C1 + 4C3 = 0. ഇതടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ്. അത് ഹോമോജിനസ് ആണ്. ഇതിനെ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതേപോലെ തന്നെ 293 104 C1 C2 C3 = 0 0 0. ഇവിടെ നമുക്കുള്ള കണ്ടീഷൻ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരു സൊല്യൂഷൻ ഇതിന് എന്തായാലും ഉണ്ട്, അതല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ല. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതാവാനുള്ള കണ്ടീഷൻ ഇവിടുത്തെ റാങ്ക് = 3. ഇതാണ് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. AB എഴുതുമ്പോഴും അവിടെ 0 0 തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് അത് ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഈ A എന്നുള്ള മെട്രിക്സ് ഇതാണ്. Ax = B എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഫോർമാറ്റ്. അപ്പോൾ റാങ്ക് ഓഫ് A എന്നുള്ളത് 3 എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അത് കാണിക്കാൻ നമുക്ക് ഇത്ര ചെയ്താൽ മതി. ഡിറ്റർമിനൻ്റ് A എന്നുള്ളത് ≠ 0. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. R3യിലുള്ള 3 വെക്റ്റേഴ്സ് തന്നിട്ട് അത് R3നെ സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ അവരുടെ മെട്രിക്സിൻ്റെ ആ ഒരു മെട്രിക്സിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഇത് വെക്റ്റേഴ്സ് മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് കിട്ടുക. അതായത് നമ്മുടെ ആദ്യത്തെ വെക്ടർ 1 2 1 ആണ്. 1 2 1 2 9 0. അടുത്തതാണ് 3 3 4. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. 1 2 3. അതായത് ഇത് റോസും കോളംസും, റോസ് ഫസ്റ്റ് കോളാക്കിയിട്ട് എഴുതുന്നു, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ഈ മെട്രിക്സ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ നോർമലി ഈ ഒരു വഴിയിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ശരിക്കും ചെയ്യേണ്ടത് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ≠ 0 എന്ന് കാണിക്കലാണ്. ബട്ട് നമുക്കിങ്ങനെ ചെയ്താലും മതി. ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻ്റ് സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത്ര എഴുതിയാൽ മതി. ദ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് V1 V2 V3 spans R3 if determinant of ഒരു മെട്രിക്സ് ഇതോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയിട്ട് ഇത് ≠ 0 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതാണ്. =0 ആവണമെങ്കിൽ ബേസിസ് ആവില്ല, ≠ 0 ആണെങ്കിൽ ബേസിസ് ആണ്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വേ എന്ന് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് എളുപ്പമുള്ള മെത്തേഡ്, ഈസി മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്നു. ഡിറ്റർമിനൻ്റ് ഓഫ് A, ഡിറ്റർമിനൻ്റ് 1 2 3 2 9 3 1 0 4. അത് കാണുമ്പോൾ 1 × 9 × 4 36 -3 × 0 0 -2. സെക്കൻഡ് കോർഡിനേറ്റ് വരുമ്പോൾ മൈനസ് വരും. 2 × 4 8 -3 × 1. then last term 3 × 2 × 0 0 1 × 9 -9 ഇങ്ങനെ വരും. -9. so 36 -16 -27. സോറി, ഇവിടെ 10 ആണ് വരിക. 36 - 10 -27. 36 - 37 -1 കിട്ടും. ≠ 0 ആണ്. therefore V1 V2 V3 set V1 V2 V3 is a basis for R3. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയും ചെയ്താലും മതി. എളുപ്പവഴി ചെയ്താലും മതി. ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ കോമ്പിനേഷൻ്റെ കാര്യം എഴുതണമെന്ന് നിർബന്ധമില്ല. അടുത്തത് M/N മെട്രിസസ്. സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. M22 അല്ലെങ്കിൽ ഞാൻ ആദ്യം M23യുടെ, അതായത് 2 റോയും
3 കോളമുള്ള മെട്രിക്സുകളുടെ കളക്ഷനാണിത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. അപ്പോൾ അതിലെ ആർബിട്രറി മെമ്പർ ഇങ്ങനെയായിരിക്കും. 2 റോയാണ്, എ ബി സി, 3 കോളമുണ്ട്, ഡി ഇ എഫ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസിൽ ഇവിടെ 6 പൊസിഷനാണുള്ളത്. 6 വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിങ്ങനെയാണ്. എല്ലാം 2x3 മെട്രിസസ് ആവണം. കാരണം M23യിലത്തെ മെമ്പേഴ്സ് ആയിരിക്കണം അതിൻ്റെ ബേസിസിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. 0 ആദ്യത്തെ പൊസിഷനിൽ 1, ബാക്കി എല്ലാ പൊസിഷനിലും 0. ദെൻ രണ്ടാമത്തെ പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. ഇനി അടുത്ത പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. ദെൻ താഴത്തെ പൊസിഷൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് 1, ബാക്കിയെല്ലാം 0, 0, 0, 0, 0, 1, 0, 0, 0, 0, 0, 0, 1. ഇതാണ് M23യുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഇതിലുള്ള ഒരു ആർബിട്രറി വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. ഞാൻ തൽക്കാലം ഇതിന് M1 M2 വെക്ടറാണ് പറയാൻ എളുപ്പത്തിന് അങ്ങനെ വിളിക്കുന്നതാണ്. M4 M5 M6 എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് C1 M1 പ്ലസ് C2 M2 പ്ലസ് C3 M3 plus C4 M4 plus C5 M5 plus C6 M6 equal to A B C D E F ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്താൽ മതി. ഏറ്റവും എളുപ്പത്തിൽ C1 എന്നുള്ളത് A, C2 B, C3 C, C4 D, C5 E, C6 F. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർബിട്രറി ഒരു എക്സാമ്പിളായിട്ട്, ഇതിപ്പോൾ ആർബിട്രറി എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിളായിട്ട് പർട്ടിക്കുലർ കേസ് എടുക്കുന്നു. 8 4 -3 1/2 √2 3. ഇതിലുള്ളൊരു വെക്ടറാണത്. ഇതിൽ C1 8, C2 4, C3 -3, C4 1/2, C5 √2, C6 3. ഇതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ എസ്സിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 വരണമെങ്കിൽ C1 M1 പ്ലസ് C2 M2 പ്ലസ് C3 M3 അല്ലാതെ എഴുതുന്നില്ല, പ്ലസ് എക്സെട്ര C6 M6 ഈക്വൽ ടു M23ൻ്റെ 0 എന്ന് വെച്ചാൽ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള 2/3 മെട്രിക്സ്. ഇങ്ങനെ വരണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക C1 C2 C3 C4 C5 C6 ഈക്വൽ ടു 0 0 0 0 0. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിലുള്ള എൻട്രീസ് സെയിം ആവണം. അപ്പോൾ ഇതിൽ നിന്നും C1 0 എന്ന് കിട്ടും, C2 0 എന്ന് കിട്ടും, അങ്ങനെ C6 വരെ 0. ഇതല്ലാണ്ട് വേറെ നമുക്ക് പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നും ലീനിയർ കോമ്പിനേഷൻ 0, ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് എടുത്തപ്പോൾ എല്ലാ കോഎഫിഷ്യൻസും 0 എന്ന് കിട്ടി. അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നേരത്തെ കേസിൽ അത് സ്പാൻ ചെയ്യും. സോ 2 കേസ് എടുത്തു കഴിഞ്ഞാൽ സ്പാൻ ചെയ്യും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് M23ൻ്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ M22ൻ്റെ 2/2 മെട്രിക്സിൻ്റെ കളക്ഷൻ ആണെങ്കിൽ നമുക്ക് M1 ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു. 1 0 0 0, M2 0 1 0 0, M3 0 0 1 0, M4 0 0 0 1. ഈ 4 വെക്റ്റേഴ്സ് M2/2നെ, അതായത് സെറ്റ് ഓഫ് ഓൾ 2/2 മെട്രിക്സിൻ്റെ കളക്ഷനാണ് വിത്ത് റിയൽ എൻട്രീസ്. അതിൻ്റെ എല്ലാ വെക്റ്റേഴ്സിനെയും ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട്, ഈ 4 എണ്ണത്തിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നേരത്തെ പോലെ തന്നെ ഇവരുടെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ സ്കേലാർസും 0 വരണം. വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇതാണ് M2/2ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഇതല്ലാണ്ടും ബേസിസ് ഉണ്ട്. ബേസിസ് യൂണീക്ക് ഒന്നല്ല. എന്നിരുന്നാലും ഇത് ആണ് 2/2 മെട്രിക്സിൻ്റെ
കളക്ഷൻ്റെ അതൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അതിൻ്റെ ബേസിസ് ഇതേപോലെ ഏത് ഡയമെൻഷനിലുള്ള മെട്രിക്സിൻ്റെ കളക്ഷൻ എടുത്താലും അതിൻ്റെ ബേസിസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ കേസുകളാണ്. നമുക്ക് അവരെ പറ്റി കൂടുതലായിട്ടൊന്നും ഡീൽ ചെയ്യാനില്ല, ജസ്റ്റ് എക്സാമ്പിൾസ് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഇൻഫിനിറ്റി അതെല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ, ഡിഗ്രി എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ജനറൽ ഫോം എഴുതുമ്പോൾ a0+a1x, ഞാൻ ഇൻക്രീസിങ് ഫോമിൽ എഴുതുന്നു a2x² a3x³ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ പ്ലസ് എക്സെട്ര. ഡിഗ്രി n വരെ മാക്സിമം ആണെങ്കിൽ നമുക്ക് an(x⁴n) എന്നുള്ളതും കൂടി അവിടെ വെച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. ഇവിടെ എങ്ങനെ വേണമെങ്കിലും വരാം, എത്ര ഡിഗ്രിയുള്ള പോളിനോമിയൽസും വരാം. ഇത് ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ എന്ന് കാണിക്കണമെങ്കിൽ ഇതിനെ ഫൈനൈറ്റ് ബേസിസ് ഇല്ല, ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് കൊണ്ട് ഇതിനെ സ്പാൻ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുന്നു. ഇതിനൊരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് കൊണ്ട് സ്പാൻ ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ഇഫ് പോസിബിൾ സപ്പോസ് P infinity has a finite spanning set. ഇതിനൊരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. Pn ഫൈനൈറ്റ് ആവണമെങ്കിൽ എണ്ണാവുന്നതെന്നാണ് അർത്ഥം. കറക്റ്റ് എത്ര ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു n ആയിരിക്കും ഇത്ര വെക്റ്റേഴ്സ്, n വെക്റ്റേഴ്സ് 100 ആവാം, 1000 ആവാം, 1 ബില്യൺ, അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. അതെല്ലാം ഫൈനൈറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോളിനോമിയൽസ്, ഇത് പോളിനോമിയൽസിൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ സബ്സെറ്റ് ആവണമെങ്കിൽ ഇതിലുള്ളതെല്ലാം പോളിനോമിയൽസും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഇതിന് ഡിഗ്രി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ല. ഇതിനുള്ളത് പോളിനോമിയൽസ് ആണ്, ഡിഗ്രി ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാവരുടെയും ഡിഗ്രീസിൻ്റെ മാക്സിമം ആണ് n എന്ന് വിചാരിക്കുക. എന്നോ അതല്ലെങ്കിൽ m എന്നുള്ളത് ഈ സെറ്റ് എസിലുള്ള എല്ലാ പോളിനോമിയൽസിൻ്റെയും ഡിഗ്രി. ഓരോ പോളിനോമിയലിനും ഡിഗ്രി ഉണ്ടായിരിക്കും. പോളിനോമിയലാകുമ്പോൾ അതിനൊരു ഡിഗ്രി ഉണ്ടായിരിക്കും, അതിനുള്ള എക്സിൻ്റെ ഹയസ്റ്റ് പവറാണ് അതിൻ്റെ ഡിഗ്രി. അപ്പോൾ അങ്ങനെ ഓരോ പോളിനോമിയലിനും ഡിഗ്രി ഉണ്ടായിരിക്കും. ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ആ ഡിഗ്രീസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അതിൻ്റെ മാക്സിമം അതാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ മാക്സിമം ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. m ആണ് അതിലുള്ള പോളിനോമിയൽസിൻ്റെ എല്ലാറ്റിൻ്റെയും ഡിഗ്രി കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം ഡിഗ്രി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും m+1, ഇപ്പോൾ m എന്നുള്ളത് തൽക്കാലം 5000 ആണെന്ന് വിചാരിക്കുക. അതിലുള്ള പോളിനോമിയൽസിൻ്റെ ഡിഗ്രി കൺസിഡർ ചെയ്യുമ്പോൾ 5000 ആണ് അതിലത്തെ മാക്സിമം ഡിഗ്രി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ കൂടുതൽ ഡിഗ്രീസ് ഉള്ള പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് m+1 തന്നെ എടുത്താൽ മതി. 5001 ഡിഗ്രി പോളിനോമിയൽ ഇങ്ങനെ എടുത്താൽ മതി. ഇത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിളാണിത്. ഇതിനെ നമുക്ക് ഇതിലുള്ള എല്ലാ പോളിനോമിയൽസിൻ്റെ ഡിഗ്രി മാക്സിമം 5000 ഉള്ളൂ, 5000 അതിലും താഴെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഒരിക്കലും m+1 ഡിഗ്രിയുള്ള പോളിനോമിയലിനെ നമുക്ക് അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഒരിക്കലും എഴുതുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യണമെങ്കിൽ പി ഇൻഫിനിറ്റിയിലുള്ള ഏത് പോളിനോമിയൽ എടുത്താലും, പി ഇൻഫിനിറ്റിയിൽ നമുക്ക് ഡിഗ്രിക്ക് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് ഡിഗ്രിയിലുള്ള പോളിനോമിയലും ആവാം. ഇനി 5001 തന്നെ വേണമെന്നില്ല, 10,000 എടുത്താലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്പാൻ ചെയ്യില്ല എന്നായി. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു സെറ്റ് പോസിബിൾ അല്ല. അപ്പം ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനൊരു സെറ്റ് എസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതിലുള്ള പോളിനോമിയൽസ് ആണ് P1 P2 എക്സെട്ര Pn എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും ഡിഗ്രീസിന്. then the degrees of the polynomials in S would have a maximum value, say m.
അപ്പോൾ ഇതിലുള്ള എല്ലാ പോളിനോമിയൽസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ മാക്സിമം എം വരെ ഡിഗ്രിയുള്ള പോളിനോമിയൽസിനെ നമുക്ക് സ്പാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മിസ്സാവാം. എന്നിരുന്നാലും എമ്മിൽ കൂടുതൽ ഡിഗ്രി ഉള്ളത്. അപ്പോൾ there would be no way to express the polynomial x raised to m plus 1 as a linear combination of the polynomials in S, contradicting the fact that the vectors in S spans p infinity. അപ്പോൾ സ്പാൻ ചെയ്യും എന്നുള്ളതിന് പ്രോബ്ലമായി. അപ്പോൾ അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല, ഒരു കോൺട്രഡിക്ഷനിലെത്തും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് ഇതിനെ സ്പാൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുന്നത്. സോ പി ഇൻഫിനിറ്റി ഒരു ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് ആണ്. നമ്മൾ ഓൾറെഡി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ ഇൻഫിനിറ്റി പറഞ്ഞു, എഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, അതായത് എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ, ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ എഴുതുന്നു എഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. അതും ഈ പറഞ്ഞതുപോലെ ഇൻഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. സി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. ഇനി സി ഡാഷ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. ഇനി കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. എല്ലാം എന്താണ്? ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസിൻ്റെ കളക്ഷൻ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് എന്നും അതിൻ്റെ എക്സാമ്പിളും ഓർത്തിരുന്നാൽ നന്നായിരിക്കും. നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസിനെ പറ്റിയിട്ടായിരിക്കും. ഇവരുടെ കേസിൽ നമ്മൾ ബേസിസ് ഒന്നും പറയില്ല. ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസിൻ്റെ കേസിലാണ് ബേസിസ് ഒക്കെ പറയുന്നത്. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം.